മൂന്നാമത്തെ ടാസ്ക് കഴിഞ്ഞു. മൂന്നാമത്തെ ടാസ്ക് വിജയിച്ചത് നമ്മുടെ സായിയാണ്. അത് ബോൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക മാത്രമേ ഉള്ളൂ. ആ പ്രതലത്തിൽ കൂടെ അങ്ങോട്ടും കയറി ഇറങ്ങിയൊന്നും വേണ്ടായിരുന്നു. നമ്മുടെ അഭിഷേക് രണ്ടാം സ്ഥാനത്ത് വന്നു. അഭിഷേക് 5 മിനിറ്റ് എങ്ങാണ്ടും സായി നിന്നതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഋഷി മൂന്നാം സ്ഥാനത്ത് വന്നു. ജിൻഡു 37 സെക്കൻഡോളം പിടിച്ചു നിന്നു. ഫിജോയൊക്കെ പെട്ടെന്ന് പോയി എന്നുള്ളതാണ്. അവരെല്ലാം ആവറേജ് താഴെ പ്രകടനമാണ് എല്ലാവരും കാഴ്ചവെച്ചത് എന്ന് തോന്നുന്നു. കാരണം ബാക്കി എല്ലാവരും ഒരുമാതിരി കുഴപ്പമില്ലാതെ കളിച്ചത് നമ്മുടെ സായി, അഭിഷേക്, ഋഷി ഇവർ 3 പേരുമാണ്. ബാക്കി എല്ലാവരും ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ളതാണ് ബോള്. ഏതായാലും ജാസ്മിനാണ് തികഞ്ഞ പരാജയമായി പോയി. ഇന്നത്തെ മൂന്നാമത്തെ ടാസ്കിലും തികഞ്ഞ പരാജയമായി പോയ ജാസ്മിൻ 3 സെക്കൻഡ് മാത്രമേ, അത് വെച്ചു ഉടൻ തന്നെ പോവുകയും ചെയ്തു. 3 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഫ്രീദു 13 സെക്കൻഡോളം. ഫ്രീദുവും അതുപോലെ ഫിജോയും പെട്ടെന്ന് തന്നെ ഔട്ടാവുന്നു. അങ്ങനെ പോയി കാര്യങ്ങൾ. ഏതായാലും എനിക്ക് തോന്നുന്നു 3-4 പേരൊഴിച്ച് ബാക്കി എല്ലാവരും അവരുടെ താഴെയുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇനിയും നാളെയും ടാസ്ക് കൊണ്ട് അഭിഷേക് ബഹുദൂരം മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. 6 പോയിന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഇന്നത്തെ 2 പോയിന്റും കൂടെ കിട്ടുകയുമ്പോൾ 6-ന്റെ 8 പോയിന്റായി. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന സായിക്ക് 3-2 5 പോയിന്റ് ഉണ്ട്. ബാക്കി എല്ലാവരും പോയിന്റുകളൊന്നുമില്ല. ഋഷിക്ക് ഇന്നത്തെ 1 പോയിന്റും കൂടെ കിട്ടിയപ്പോൾ 2 പോയിന്റായി. ബാക്കി എല്ലാവരുടെയും കാര്യം പോയിന്റ് ഒന്നും കിട്ടാതെ നിൽക്കുകയാണ്. ഏതായാലും നാളെയുള്ള മത്സരങ്ങൾ എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം.